This call is now being recorded. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് റിംഗ് കൗണ്ടറും ജോൺസൺ കൗണ്ടറുമാണ്. അപ്പോൾ അതിൻ്റെ തിയറിയൊക്കെ മിസ് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സിമുലേഷനിലേക്ക് പോകാം. ഇതാ ഈ കാണുന്നതാണ് റിംഗ് കൗണ്ടർ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇത് നമ്മൾ സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നു തൊട്ട് മുന്നത്തെ. സെയിം എക്സ്പെരിമെൻറ്റിൻ്റെ അതേ സർക്യൂട്ട് ഡയഗ്രമാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഫസ്റ്റത്തെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ഇൻപുട്ട് കൊടുത്തിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കണ്ടോ, ശ്രദ്ധിച്ചൊന്ന് നോക്കി. ഫസ്റ്റത്തേന് സ്വിച്ചിൽ നല്ല ഇൻപുട്ട് കൊടുത്തേക്കുന്നത്, ലാസ്റ്റത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എടുത്താണ് ഫസ്റ്റത്തെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തേക്കുന്നത്. കണ്ടോ, അപ്പം ഞാനിത് കണ്ടോ, ഈ ഗ്രീൻ ലൈൻ കണ്ടോ, ലാസ്റ്റത്തെ ഇൻപുട്ട് എടുത്താണ് ഫസ്റ്റത്തേൽ കൊടുത്തേക്കുന്നത്. പിന്നെ ക്ലോക്കൊക്കെ പഴയ പോലെ തന്നെ, നമ്മൾ മറ്റേ കൊടുത്ത പോലെ തന്നെ, സീരിയൽ ഇൻ പാരലൽ ഔട്ടിൽ കൊടുത്ത പോലെ തന്നെ ഔട്ട്പുട്ട് അതുപോലെ തന്നെ എടുത്തേക്കുന്നു. ഇനി ആകെ വ്യത്യാസം, ഇവിടെ പ്രീസെറ്റ് ക്ലിയർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ പഴയതിൽ കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഇവിടെ നമ്മളിത് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് മാത്രം ഞാൻ പറയാം. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഈ പ്രീസെറ്റും ക്ലിയറും ഒക്കെ നമുക്ക് എക്സ്റ്റേണലി നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള 2 ഡിവൈസുകളാണ്. പൊതുവിൽ നിങ്ങളിത് ഒറിജിനൽ സർക്യൂട്ട് ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാബിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ അറ്റത്ത്, ക്ലിയറിൻ്റെ അറ്റത്ത് ഒരു ചെറിയ വട്ടം ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇതിനോട് ചേർന്ന്, നമ്മുടെ ICയോട് ചേർന്നൊരു ഫ്ലിപ്പ് ഫ്ലോപ്പിനോട് ചേർന്നൊരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ടാവും ആ പിന്നിൻ്റെ താഴെ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോ പവർ എനേബിൾഡ് ആണെന്ന് കാണിക്കാനാണ്. ഇപ്പോൾ മനസ്സിലായി കാണും. അതായത് നമ്മൾ 0 കൊടുത്താൽ മാത്രമേ അത് എനേബിൾ ആവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ അങ്ങോട്ട് നേരെ ആക്ടിവേറ്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ ഒറിജിനലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചോണം. അത് 0 കൊടുത്താൽ മാത്രമേ നോർമലി എനേബിൾഡ് ആവുള്ളൂ. അത് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം നോക്കി, നമ്മുടെ ഇതിൻ്റെ പിൻ ഡയഗ്രോ അല്ലെങ്കിൽ ഡാറ്റ ഷീറ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ ICകളും നമ്മൾ ഡാറ്റ ഷീറ്റൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഡയഗ്രം ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇവിടെ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ 3 ക്ലിയർ ഉണ്ട്. 3 ക്ലിയറും കൂടെ ഞാൻ ഷോർട്ട് ചെയ്തത് കണ്ടോ, ഇത് 3ഉം കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഞാൻ ഈ സ്വിച്ചിലേക്ക് കൊടുത്തു. ഓക്കെ, സോ അതാണ് ക്ലിയറിൻ്റെ ഡയഗ്രാം. ബാക്കിയെല്ലാം സെയിം ആണ്, നമ്മൾ പഴയ ചെയ്ത സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ക്ലിയർ 3ഉം കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് സ്വിച്ചിലേക്ക് കൊടുത്തു. ഓക്കെ, അതേപടി പ്രീസെറ്റിൻ്റെ കാര്യം നോക്കി. പ്രീസെറ്റ് അതായത് ഈ പിന്ന്, ഇതും ഈ 2 എണ്ണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സെപ്പറേറ്റ് ആയിട്ടൊരു ഇതിതാക്കാം. ഓക്കെ, സോ ആദ്യത്തെ സ്വിച്ചിന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രീസെറ്റ് കൊടുത്തു. രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങോട്ട് ഷോർട്ട് ചെയ്തിട്ട് വേറൊരു പ്രീസെറ്റിലേക്ക് കൊടുത്തു. അതാണ് ഈ 2 സ്വിച്ച് ഇവിടെ വന്നത്. ഓക്കെ, ആദ്യത്തെ സെപ്പറേറ്റ് കൊടുത്തു, രണ്ടാമത്തെ മൂന്നാമത്തെ അങ്ങോട്ട് ഷോർട്ട് ചെയ്തിട്ട് ഒരെണ്ണം കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തപ്പോൾ പ്രീസെറ്റുമായി ക്ലിയറുമായി, ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട് എടുത്തിട്ട് ഫസ്റ്റത്തെ ഇന്നായിട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് സർക്യൂട്ടിലുള്ള വ്യത്യാസം. ബാക്കി എങ്ങനെയാണോ സീരിയലിൻ പാരലൽ ഔട്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി ഈ സ്വിച്ചുകൾ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ ആദ്യം എങ്ങനെയാണ് വർക്കിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ആദ്യത്തെ പ്രീസെറ്റ് സ്വിച്ച് ഓണാക്കി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബൾബ് കത്തി. ഇത് ഞാൻ ആ സ്വിച്ച് ഓഫാക്കി. അതിന് ശേഷം ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, രണ്ടാമത്തേലേക്ക് ഞാൻ 1 മാറി. സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുത്തു, അപ്പോൾ മൂന്നാമത്തേലേക്ക് മാറി. പിന്നെ കൊടുത്തു, വീണ്ടും ഫസ്റ്റത്തേൽ വന്നു, പിന്നെ സെക്കൻഡിൽ, പിന്നെ തേർഡിൽ. അതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ മറ്റേ ഫോട്ടോയുടെ സൈഡിൽ കാണുന്ന മറ്റേ LED അങ്ങനത്തെ അതുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതാണൊരു റിംഗ് കൗണ്ടർ. ഒരു റിങ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഞാൻ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചുള്ളത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾ 4 വെച്ചുള്ളതാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇനി വൺസ് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്തെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ, അതായത് ക്ലിയർ ഞെക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീസെറ്റ് ഞെക്കി കഴിഞ്ഞാൽ സംഭവം വീണ്ടും
എല്ലാം ഓഫായി. അപ്പോൾ പിന്നെ വർക്കിംഗ് ഇല്ല, കണ്ടോ, ക്ലോക്ക് കൊടുത്തിട്ട് വർക്കിംഗ്. പിന്നെ വീണ്ടും പഴയ പോലെ നമ്മുടെ ഫസ്റ്റത്തെ കൊടുക്കുമ്പോഴാണ് ഇനി നമ്മൾ ക്ലിയർ ഓഫാക്കണേ. ഓഫാക്കിയാലേ മറ്റേത് എനേബിൾ ആവുള്ളൂ. നമ്മൾ മറ്റേ കൊടുത്തു, പിന്നെ സ്വിച്ച് വീണ്ടും, കണ്ടോ. ഈ ക്ലിയർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലിയർ ഞാൻ ഓൺ ആക്കിയിട്ടേക്ക്, കണ്ടോ, ഈ റെഡ് ലൈൻ കണ്ടോ, ക്ലിയറിൻ്റെ റെഡ് ലൈൻ ഓണാണ്. പിന്നെ ഞാനിപ്പോൾ ഇതൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഓൺ ആവുമൊന്നുമില്ല, കണ്ടോ. ഇപ്പോൾ ക്ലിയർ ഡിസേബിൾ ചെയ്താൽ മാത്രമേ ഇത് പ്രീസെറ്റ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. അപ്പം റെഡ് ആവുന്നതാണ് അത് ഓണായി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇപ്പോൾ റെഡ് ആണെങ്കിൽ അത് ക്ലിയർ ഓഫാക്കിയിട്ട് വേണം പ്രീസെറ്റ് ഓൺ ആക്കാൻ, എന്നാലേ വർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും ഈ മൂന്നാമത്തെ സ്വിച്ചിന് വലിയ പണിയൊന്നുമില്ല. നമ്മൾ ആ സ്വിച്ച് അങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി. അത് ഞെക്കി കഴിഞ്ഞാൽ പാറ്റേൺ വേറെ വരും, കണ്ടോ, മൂന്നും ഓണായി കിടക്കും. പിന്നെ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ താഴത്തെ ഞെക്കിയാൽ മതി. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ബേസിക്കലി ഇത്രേ ഉള്ളൂ. ആദ്യത്തെ സ്വിച്ച് ഓൺ ആക്കുക, അപ്പം ഫസ്റ്റത്തെ ഔട്ട്പുട്ട് കിട്ടും. അത് നമുക്ക് സ്വിച്ച് അങ്ങ് ഓഫാക്കിയിട്ട് ഈ ക്ലോക്ക് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇതാണ് റിംഗ് കൗണ്ടർ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇത് നമ്മൾ ഐ സിയിൽ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, നേരത്തെ പറഞ്ഞാൽ ലോ പവർ എനേബിൾഡൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഇതിനോട് ചേർന്നൊരു ചെറിയ നോബൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ പ്രീസെറ്റിൻ്റെ അവിടെ ചെറിയ വട്ടം ഇട്ടായിരിക്കും നമ്മൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ വരയ്ക്കുക. അതിനർത്ഥം അത് ലോ പവർ എനേബിൾഡ് ആണെന്നാണ്. അതായത് 0 കൊടുത്താൽ മാത്രമേ ആ പ്രീസെറ്റ് എന്നുള്ള അത് വർക്ക് ചെയ്യുമെന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ഇതാണ് റിംഗ് കൗണ്ടർ. അപ്പോൾ ഇവിടെ ലാസ്റ്റത്തേൻ്റെ ക്യൂയിന്ന് എടുത്തിട്ടാണ് ഫസ്റ്റത്തേൻ്റെ ഡിയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ഇതുണ്ടോ, ഈ ഗ്രീൻ ലൈൻ ലാസ്റ്റത്തേൻ്റെ ക്യൂയിന്ന് എടുത്തിട്ടാണ് ഫസ്റ്റത്തേൻ്റെ ഡിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ജോൺസൺ കൗണ്ടർ. ഇത് ഇച്ചിരി കയറ്റി വയ്ക്കാം. ഓക്കെ, സോ ഇതിൽ വ്യത്യാസം ഉണ്ടോ? സെയിം സർക്യൂട്ട് തന്നെ, നോക്കിയാൽ ക്ലിയർ സെയിം തന്നെ. 1 2 3 ഷോർട്ട് ചെയ്ത് ഈ സ്വിച്ച് കൊണ്ട് കൊടുത്തു. എന്താ സ്വിച്ച് കണക്റ്റാണ്, ഈ സ്വിച്ച് കൊണ്ട് കൊടുത്തു, കണ്ടോ, 3 ഷോർട്ട് ചെയ്ത്, ഈ 3 ക്ലിയർ ഷോർട്ട് ചെയ്ത് ഈ സ്വിച്ച് കൊണ്ട് കൊടുത്തു. പ്രീസെറ്റ് ഞാൻ പഴയ പോലെ തന്നെ 1 2 3 കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഈ സ്വിച്ച് കൊടുത്തു. മൂന്നാമത്തേത് ഇതാ ഈ സ്വിച്ച് കൊണ്ട് കൊടുത്തു. ഓക്കെ, ഇച്ചിരി പൊക്കി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, സോ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്, കണ്ടോ, ലാസ്റ്റത്തെ ക്യൂ ബാർ എടുത്തിട്ട് ഡിയിൽ കൊണ്ട് കൊടുത്തു. അതാണ് പഴയത് ഇതുമായിട്ടുള്ള വ്യത്യാസം. ഇച്ചിരി നീക്കാൻ പറ്റുന്ന വയറ് നീങ്ങത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ലാസ്റ്റത്തെ ക്യൂ ബാർ എടുത്തിട്ടാണ് ഫസ്റ്റത്തെ ഡിയിൽ കൊടുത്തത്. മറ്റേതിൽ ലാസ്റ്റത്തെ ക്യൂ എടുത്തിട്ടാണ് ഫസ്റ്റത്തെ ഡിയിൽ കൊടുക്കുന്നത്. ഇവിടെ ക്യൂ ബാർ എടുത്തിട്ടാണ് ഫസ്റ്റത്തെ ഡിയിൽ കൊടുക്കുന്നത്. ഓക്കെ, സോ ആ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ നിങ്ങളുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിക്കുന്നത് ഈ 3 പ്രീസെറ്റും കൂടെ ഒന്നിച്ച് ഒറ്റ സ്വിച്ചിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഞാനിത് പഴയ റിംഗ് കൗണ്ടർ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. 3 കൊടുത്തിട്ട് ഞാൻ ആദ്യം നോക്കിയപ്പോൾ വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയാണ്. ശരിക്കും അത് വർക്ക് ചെയ്യും, ലാബിൽ ചെയ്യുമ്പോഴേ വർക്ക് ചെയ്യും. ഇൻ കേസ് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ്. ഇനി ചില കേസിലൊക്കെ ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ സാധാരണ റിംഗ് കൗണ്ടർ പോലെ തന്നെയാണ് കണക്ട് ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് എടുക്കുന്ന മാത്രം ശ്രദ്ധിച്ച് ചെയ്യും. ക്യൂ ബാറിൽ നിന്ന് വേണം ഡിയിലേക്ക് എടുക്കാൻ. പ്രീസെറ്റ് പഴയ പോലെ തന്നെ ഞാൻ റിംഗ് കൗണ്ടർ ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തേന് സെപ്പറേറ്റ് കൊടുത്തു, തേർഡും ഫോർത്തും ഒന്നിച്ചെടുത്ത് ഷോർട്ട് ചെയ്ത് കൊടുത്തു. ഇത് ഔട്ട്പുട്ടാണ്, തമ്മിൽ കണക്ഷൻ കണ്ടോ, ഇത് സ്വിച്ചിൻ്റെ ലൈനാണ്.
ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി കാണും. എന്താ ഇപ്പോൾ ആയല്ലോ. ക്യൂ ബാർ ഡിയിലേക്ക് കൊടുത്തു, സ്വിച്ച് രണ്ടും കൂടെ പ്രീസെറ്റിൽ കൊടുത്തു, ഈ പ്രീസെറ്റിംഗ് കൊണ്ട് കൊടുത്തു, ക്ലിയർ പഴയ പോലെ ഷോർട്ട് ഈ സ്വിച്ചിൽ കൊടുത്തു. ഓക്കെ, സോ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നോക്കി, പഴയ പോലെ തന്നെ ഫസ്റ്റത്തെ സ്വിച്ച് ഓണാക്കി, ക്ലോക്ക് കൊടുത്തു, ഉണ്ടോ, രണ്ടാമത്തേത് ഓണായി, മൂന്നാമത്തേത് ഓണായി. ഫസ്റ്റത്തെ ഓഫായി, രണ്ടാമത്തെ ഓഫായി, മൂന്നാമത്തെ ഓഫായി. ഫസ്റ്റത്തെ ഓണായി, രണ്ടാമത്തെ ഓണായി, മൂന്നാമത്തെ ഓണായി. ഫസ്റ്റത്തെ ഓഫായി, സെക്കൻഡ് ഓഫായി, തേർഡ് ഓഫായി. ഫസ്റ്റും സെക്കൻഡും മൂന്നും ഓണായി. ഫസ്റ്റത്തെ ഓഫായി, സെക്കൻഡ് ഓഫായി, തേർഡ് ഓഫായി. ഈ ഒരു പാറ്റേണിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിന് നിങ്ങൾക്ക് വൺസ് ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ താഴത്തെ ക്ലിയർ ആക്കിയാൽ മതി. ഉണ്ടോ, 3 ഓഫായി. ഇനി നമ്മൾ അടുത്ത് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് വേണം അടുത്ത് പാറ്റേൺ ചെയ്യാൻ. ഓക്കെ, സോറി, ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓണാക്കില്ല, ക്ലിയർ ചെയ്തിട്ട് ഓണാക്കി, അടുത്തത് ഇനി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ക്ലിയർ ചെയ്ത് പ്രസ് ചെയ്തിട്ട് ക്ലിയർ ഓണാക്കിയിട്ടുകൊണ്ട് പിന്നെ നമ്മളിത് വർക്ക് ചെയ്യില്ല, പുള്ളി ക്ലിയർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ക്ലിയർ ഓഫാക്കിയാൽ ഇത് പിന്നെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതാണ് ജോൺസൺ കൗണ്ടർ. ഇതിനെ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നും പറയും. എങ്ങനെ പറഞ്ഞാലും സംഭവം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ 4 എണ്ണം വെച്ചാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 3 എണ്ണം വെച്ചുള്ളത് കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഈ 2 എണ്ണമാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്.